അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ, സൗഖ്യത്തിന്റെ എല്ലാം കാതലാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ എല്ലാവരും ഇരിക്കണം. കർത്താവ് തന്ന വചനം 1 യോഹന്നാൻ 4:2 മുതലുള്ള വചനങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആത്മീയ മനുഷ്യൻ എപ്പോഴും വിവേചിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവാണോ പ്രവർത്തിക്കുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാം? അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ 4-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, മറിച്ച് വിവേചിച്ചറിയണം. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ലേ, ഇത് കർത്താവ് തരുന്നതാണോ, ഇത് പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങളാണോ എന്ന് നമ്മൾ വിവേചിച്ചറിയണമെന്ന് ആരംഭത്തിൽ ആദ്യ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2-ാമത്തെ വചനത്തിലാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവാണോ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതെന്ന് വേണ്ട, മറ്റാരെ കുറിച്ച് ചിന്തിക്കരുത്. ഈ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവാണോ എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള എളുപ്പവഴിയാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. വചനം കൂട്ടിച്ചേർക്കുന്നു, യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്ന് ആണ്. ഏതാത്മാവാ? അവർക്ക് പറഞ്ഞേ, യേശുക്രിസ്തു ശരീരം ധരിച്ച് വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ആരിൽ നിന്നുള്ളതാ? ദൈവത്തിൽ. എങ്കിൽ യേശുക്രിസ്തു ശരീരം ധരിച്ച് ലോകത്തിലേക്ക് വന്നില്ല എന്നും അവൻ ശരീരത്തിൽ സഹിച്ച് നമുക്ക് രക്ഷ നൽകിയില്ല എന്നും പറയുന്ന ആത്മാവ് ആരുടെ ആത്മാവായിരിക്കും? ഒരു കാര്യം ഉറപ്പാണ്, അത് ദൈവത്തിൽ നിന്ന് അല്ല. ഉറപ്പിച്ചല്ലോ? സർവ്വത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കൃത്യമായിട്ട് പറയാണ്, യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്, അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ഇനി വചനം കൂട്ടിച്ചേർക്കുന്നു, എന്നാൽ യേശുവിനെ, ശ്രദ്ധിച്ചോ, യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് അത് ദൈവത്തിൽ നിന്നല്ല. പിന്നെയോ 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 അത് ഏതാത്മാവാണ്? വചനം കൂട്ടിച്ചേർക്കുന്നു, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണത്. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. പറഞ്ഞേ ആമേൻ. അവർക്ക് പറഞ്ഞേ ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ്. അന്തിക്രിസ്തു മലയാളത്തിൽ വരുമ്പോൾ നമുക്കത് അവസാന ക്രിസ്തു എന്നൊക്കെ തോന്നും. അതല്ല, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് എന്നാണ്. ആന്റി ക്രൈസ്റ്റ്, ആന്റി എന്ന് പറഞ്ഞാൽ അഗൈൻസ്റ്റ്, എതിര്. അപ്പോ അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ, ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എതിരെ നിൽക്കുന്നവൻ. ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവനും യേശുക്രിസ്തു മാംസം ധരിച്ച് ഈ ലോകത്തിലേക്ക് വന്നുവെന്ന് വിശ്വസിക്കാനും അത് ഏറ്റുപറയാനും ജീവിതം കൊണ്ട് ഏറ്റുപറയാനും പറ്റാത്ത ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ആത്മാവ്, വചനം പറയുന്നു, അതിപ്പോൾ തന്നെ പ്രവർത്തന നിരതമാണ്. അത് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലായി, നമ്മുടെ അനുഷ്ഠിച്ച പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും ശക്തമായ സഭ തന്നിരിക്കുന്ന ഒരു ഔദ്യോഗിക പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം, അല്ലേ? നിങ്ങൾ ചിലവരൊക്കെ 10 പ്രാവശ്യം, 33 പ്രാവശ്യം, 45 പ്രാവശ്യം, 50 പ്രാവശ്യം ഒക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറില്ലേ? എന്തിനാ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നത്? വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഈ സത്യം ഞാൻ എൻ്റെ അധരം കൊണ്ട് ഏറ്റുപറയുക. എന്നതാ? ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് പറയും അടുത്തത്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. എങ്ങനെ? പരിശുദ്ധ അമ്മയിൽ നിന്നും കന്യകയിൽ നിന്നും ജനനം പ്രാപിച്ച യേശുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പിന്നെ അങ്ങോട്ട് വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന മുഴുവനും ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ കാതലാണ്, സത്തയാണ് നമ്മൾ ഏറ്റുപറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനെ, ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ നമ്മൾ ഏറ്റുപറയുകയാണ് ഒരു വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് അത്രയും ശക്തി. പിശാച് പോലും യേശുവിന്റെ മനുഷ്യാവതാര സത്യത്തെ അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് അംഗീകരിച്ചു. ആരംഗീകരിച്ചു? സർമ്മത്ത് പറഞ്ഞേ. പിശാചിന് പോലും സംശയമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ ഒരു കാര്യം, പിശാചിന് പോലും സംശയമില്ല യേശു ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന്. സംശയമുള്ളവര് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം സമയം കിട്ടും വായിച്ചാൽ മതി. അതിന്റെ 6 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലഗിയോൺ ബാധിച്ച, ദുരാത്മാവ് ബാധിച്ച, അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ യേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അവൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹ, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഉറക്കെ പറഞ്ഞേ ഇടപെടുന്നു? ആ വാക്ക് കേട്ടോ. യേശുവിനെ ഒരുവൻ തന്റെ ജീവിതത്തിൽ ഇടപെടാൻ അനുവാദം കൊടുക്കാത്തവന്റെ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള പേരാണ് അന്തിക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ പിശാച് ചോദിക്കുക, നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പോകാൻ പറഞ്ഞ, കുമ്പസാരിക്കാൻ പറഞ്ഞ, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറഞ്ഞ, എന്നെ വീട്ടിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. പ്രവർത്തിക്കാൻ പറഞ്ഞേക്കരുത്, എന്നെ ഇത് പറഞ്ഞേക്കരുത്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും കേൾക്കണ്ട, എനിക്കതൊന്നും വേണ്ട, എന്നെ പറയാമെന്ന് കേൾക്കരുത്, വേറെ ചോദിക്കും എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എനിക്കറിയാം അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, എനിക്കറിയാം അങ്ങനെ പള്ളിയിൽ പോകണമെന്ന്, എനിക്കറിയാം എന്നാ ചെയ്യണമെന്ന്. എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഇതാരുടെ ആത്മാവാ? ആരുടെ ആത്മാവാ? അന്തിക്രിസ്തുവിന്റെ ആത്മാവാ. അത് യേശുവിന്റെ ആത്മാവല്ല. യേശുവിനെ ഒരു വ്യക്തി ജീവിതം കൊണ്ട് യേശുവിനെ ഏറ്റുപറയാ. യേശുവിന്റെ സ്നേഹം, അവന്റെ കുരിശു മരണം, അവൻ കാൽവരി കുരിശിൽ വെളിപ്പെടുത്തിയ കരുണ, അവന്റെ ആർദ്ര സ്നേഹം, അവന്റെ അനുസരണം, ആ രക്ഷ, അത് ജീവിതം കൊണ്ട് ഒരു വ്യക്തിക്ക് ഏറ്റുപറയാൻ പറ്റാതെ വരുമ്പോ, അതിന് വിസമ്മതിക്കുമ്പോൾ, അതിന് തടസ്സം നിൽക്കുമ്പോൾ അവനിലും അവളിലും പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ പേരാണ് അന്തിക്രിസ്തുവിന്റെ ആത്മാവ്. ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ്. ക്രിസ്തുവിന് എതിരെ നിൽക്കുന്ന ആത്മാവ്. ഹല്ലേലൂയാ. ശ്രമർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, എന്തിനാണ് പിശാച് ഇതിനെ ഏറ്റു പറയാതിരിക്കുന്നതെന്ന് അറിയാവോ? ഒരാളെ കൊണ്ട് യേശുവിനെ അല്ലെങ്കിൽ ഈ വിശ്വാസം ഏറ്റു പറയാൻ ഒരു വ്യക്തി തടസ്സമായി പിശാച് നിൽക്കുന്നതിന് കാരണം എന്താണെന്നറിയാവോ? എന്തിനാണ് അവൻ തടസ്സം നിൽക്കുന്നത് അറിയാവോ? നീ യേശുവിനെ ഏറ്റു പറഞ്ഞാൽ യേശുവിന്റെ അതേ ആത്മാവ് നിന്നിൽ ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ. യേശുവിന്റെ അതേ ആത്മാവ് നിന്നിൽ ചലിക്കാൻ തുടങ്ങും. യേശുവിനെ ഏറ്റു പറയുമ്പോ പ്രിയപ്പെട്ടവരെ, സൗഖ്യങ്ങൾ സംഭവിക്കും, വിടുതലുകൾ സംഭവിക്കും. നിന്റെ കല്ലറ വിട്ട് നീ ജീവിതത്തിന്റെ പുറത്തേക്ക് വരും. അത് പിശാചിനറിയാം. അതോടെ നിന്റെ ഒരു മേഖല എവിടെയെങ്കിലും അവൻ നിന്നോടക്കും. ഇപ്പൊ യേശുവിനെ ഏറ്റു പറയാൻ പറ്റാത്തവരിൽ പ്രവർത്തിക്കുന്ന ഒരു അരൂപിയുണ്ട്. അതിനെ സുവിശേഷം വിളിക്കുന്ന പേര്, വചനം വിളിക്കുന്ന പേര്, യോഹന്നാൻ ശ്ലീഹ പറയുന്ന അത് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ്. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ശക്തമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നോക്കിയാൽ മതി. ശരീരം കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റു പറയാൻ പറ്റാത്തവരുണ്ട്. വ്യഭിചാരത്തിലും അശുദ്ധിയിലും മ്ലേച്ഛതയിലും വ്യാമോഹങ്ങളും സ്വയംഭോഗത്തിലും സ്വവർഗരതിയിലും മദ്യപാനത്തിലും കഞ്ചാവിലും ലഹരിയിലും ക്രിസ്തുവിനെ ശരീരം കൊണ്ട് നിഷേധിക്കുന്നവര് നമ്മുടെ ചുറ്റുപാടും വസിക്കുന്നുണ്ട്. ഹല്ലേലൂയാ. ഇവരിൽ പ്രവർത്തിക്കുന്ന അരൂപി ദൈവത്തിന്റെ അരൂപിയല്ല, പരിശുദ്ധാത്മാവല്ല, പ്രകടമാണ്, ക്ലിയറാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമുണ്ട്. ദൈവത്തെ മാമോനെ ഒരുപോലെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല, പറ്റില്ല, നടക്കുന്ന കാര്യമല്ല. എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലല്ല ദൈവം. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ദൈവമാണ്. അത് കൃത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സ്വർഗം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തന്നെ നേരിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷത്തിന്റെ കാതലാണ് പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവന്റെ അവസാന തുള്ളി രക്തവും ശരീരത്തിൽ ചിന്താൻ ദൈവം സ്വന്തം പുത്രനെ വിട്ടുകൊടുത്തിട്ട് അവന്റെ മേൽ ശിക്ഷ വിധിച്ചു.
നമ്മുടെ മേൽ കടന്നു വരേണ്ട ശിക്ഷ അവന്റെ മേൽ നൽകി. ഏശയ്യാ 53 അധ്യായം 3 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ വചനം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം ഉറക്കെ പറ സൗഖ്യം പ്രാപിച്ചു. കണ്ടോ, അവൻ ശരീരത്തിലെടുത്ത സഹനത്തിന്റെ യോഗ്യതയാ മോളെ നിനക്ക് സൗഖ്യം. അവൻ ഈ ശരീരത്തിൽ വഹിച്ച സഹനമാണ് നിന്റെ രക്ഷ. അവൻ ശരീരത്തിലെടുത്ത പീഡാസഹനവും കുരിശുമരണമാണ് നിന്റെ വീണ്ടെടുപ്പ്. രോഗത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എല്ലാം നിന്നെ ദൈവം വീണ്ടെടുത്തത് ഈ കുരിശുമരണത്തിലെ ശരീരത്തിന്റെ സഹനത്തിലാണ്. ഹല്ലേലൂയ. ഇതങ്ങോട്ട് മറച്ചു പിടിച്ചാൽ, ഈ വിശ്വാസം അങ്ങോട്ട് അടച്ചു കളഞ്ഞാൽ, അല്ലെങ്കിൽ പറയും ഓ ഈ യേശു ക്രിസ്തു ഒരു പ്രവാചകൻ മാത്രമാണ്, യേശു ക്രിസ്തു വെറും ഒരു മനുഷ്യനായിരുന്നു, യേശു ദൈവമല്ല എന്ന് പറയത്തക്ക വിധത്തിൽ നിന്റെ വിശ്വാസത്തെ അടച്ചു കളയുമ്പോ മകളെ നിനക്കായി സ്വർഗം ഒരുക്കിയ വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഖ്യത്തിന്റെ, വിടുതലിന്റെ, ആത്മരക്ഷയുടെ പിശാച് അടച്ചു കളയുക. അടഞ്ഞു, പിന്നെ അവിടെ കിട്ടില്ല. കാരണം ഇവിടെ ഇരിക്കുന്നേ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിചാരിച്ച പറയുന്നതാണ് ക്യാരിസ്വാതി മാസികത ഈ നിത്യാരാധന കപ്പളയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോകും, എടുത്തിട്ട് പൊക്കോ എന്ന് പറയുക. എന്നിട്ട് ഈ വാതിൽ അങ്ങോട്ട് അടച്ച് പൂട്ടിയിട്ടിരിക്കുക. നിങ്ങൾ എങ്ങനെ എടുക്കും? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല അത് അതിനുള്ളിലായിരിക്കുന്നതെന്ന്. ഇതെങ്ങനെ നിങ്ങളുടെ കൈവശം കിട്ടും എന്ന് പറയുന്ന പോലെ വിശ്വാസത്തിന്റെ മേഖലയിൽ പിശാച് നമ്മളെ അടച്ചു കളയും. അതാണ് പിശാചിന്റെ ഏറ്റവും വലിയ കണി. എന്നതാ? യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച് നമുക്ക് രക്ഷ നേടിത്തെന്നുള്ള അടിസ്ഥാന സ്വർഗത്തിന്റെ രഹസ്യത്തെ പിശാച് അടച്ചു കളയും. അതോടെ സുവിശേഷം കാണാൻ പറ്റില്ല, യേശുവിനെ കാണാൻ പറ്റില്ല. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3:16 എന്നാ പറയുന്നേ? സുവിശേഷത്തിന്റെ സുവിശേഷം എന്ന് വിളിക്കുന്നത് എല്ലാത്തിന്റെ സുവിശേഷങ്ങളുടെ മുഴുവനും കാതലാണ് പറയുന്നത്. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്ത് ചെയ്തു? സ്വന്തം ആ സ്നേഹം അത്രമാത്രം തീവ്രതയേറിയതായതുകൊണ്ട്, എന്നെയും നിങ്ങളെയും സ്വർഗം അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് സ്വന്തം പുത്രനെ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി, പാപത്തിന്റെ ശിക്ഷയായി ഈ ലോകത്തിലേക്ക് വിട്ടു. സർവ്വത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിന് ശിക്ഷയുണ്ട്. പ്രഭാഷകൻ 23:2 വചനം പറയുന്നു, പാപത്തിന് ശിക്ഷയുണ്ട്, ഒരു പാപവും ശിക്ഷിക്കപ്പെടാതെ പോകില്ല. അപ്പൊ നമ്മൾ ശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷ വഹിക്കാതിരിക്കാൻ, പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ശരീരത്തിൽ അവതരിക്കാൻ അനുവദിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ വരേണ്ട അടി അവന്റെ ശരീരത്തിൽ കൊടുത്ത് ആ പാപത്തിന്റെ ശിക്ഷ അവനെടുത്തു. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? നമുക്ക് സൗഖ്യം കിട്ടാൻ, നമുക്ക് വിടുതൽ കിട്ടാൻ, നമുക്ക് രക്ഷ കിട്ടാൻ, നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ, നമുക്ക് നിത്യജീവൻ കിട്ടാൻ കർത്താവിനെ, യേശുവിനെ എന്റെ പാപത്തിന്റെ ശിക്ഷയുടെ പകരക്കാരനാക്കി സ്വർഗം മാറ്റി. ഇത് തിരിച്ചറിയുന്നിടത്താണ് കൃപയൊഴുകുന്നേ, സൗഖ്യമൊഴുകുന്നേ. ഹല്ലേലൂയ. ഇത് മാത്രം നിങ്ങൾ വിശ്വസിച്ച് വേറെ ഒന്നും വിശ്വസിച്ചില്ലേ കുഴപ്പമില്ല. ഇത് ചങ്കിക്കരണം യേശു. അതുകൊണ്ടല്ലേ പത്രോസ് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം പത്രോസിന്റെ അടുത്ത് ചോദിച്ചു, കർത്താവ് ചോദിച്ചു, ഞാൻ ആരാന്നാണ് നിങ്ങൾ പറയുന്നത്? യോഹന്നാനാണെന്ന് ചിലർ പറയുന്നു, അല്ലെ? അങ്ങനെയാണല്ലോ പറയുന്നത്. ചിലർ പറയുന്നു യോഹന്നാനാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു യേശയ്യാണെന്ന് പറയുന്നു, ചിലർ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് പറയുന്നു. അത് തന്നെയല്ല ഇന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം യേശു ആരാണെന്ന് ചോദിച്ചാൽ യേശു ഒരു ചരിത്ര പുരുഷൻ അങ്ങനെ പറയുന്നവരുണ്ട്. യേശുവിനെ ചരിത്ര പുരുഷനായി മാത്രം കാണുന്നവരുണ്ട്. ചരിത്രത്തെ രണ്ടായി വിഭജിച്ചു. AD എന്നും BC എന്നും ചരിത്രത്തെ രണ്ടായി യേശു വിഭജിച്ചു. ചിലർ യേശുവിനെ ചരിത്ര പുരുഷൻ, ചരിത്രത്തിൽ അവതരിച്ചു, നമ്മെ പോലെ മനുഷ്യനായി വന്ന് കടന്നുപോയ ഒരു ചരിത്ര പുരുഷൻ, ലോകത്തെ സ്വാധീനിച്ച ഒരു ചരിത്ര പുരുഷൻ, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ തുറന്ന് പറഞ്ഞ ഹല്ലേലൂയ. യേശുവിനെ നല്ലൊരു മനുഷ്യനായി ചിത്രീകരിക്കും. നല്ല മനുഷ്യനായിരുന്നു. എല്ലാവരോടും കരുണ കാണിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ഒരു നല്ല മനുഷ്യനായിരുന്നു ഈശോ. അങ്ങനെ പറയുന്നവരുണ്ട്.
യേശുവിനെ പ്രവാചകനായി പറയുന്നവരുണ്ട്. ചിലർ പറഞ്ഞു യേശു പ്രവാചകനാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ കർത്താവ് രക്തം ചിന്തി. വീണ്ടും 1300 വർഷങ്ങൾക്കിപ്പുറം ആരോ വിളിച്ചു പറഞ്ഞു യേശു രക്ഷകനല്ല, യേശു ദൈവത്തിന്റെ പുത്രനല്ല, യേശു വെറും ഒരു പ്രവാചകൻ മാത്രമാണെന്ന്. ഇന്ന് അനേകര് ആ ബന്ധനത്തിൽ കിടക്കുക. ഹല്ലേലൂയ. യേശു ഒരു പ്രവാചകനല്ല പ്രിയപ്പെട്ടവരെ. യേശു ഒരു പ്രവാചകൻ മാത്രമല്ല, യേശു ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ച ലോകത്തിന്റെ ഏക രക്ഷകനാണ്, ദൈവത്തിന്റെ പുത്രനാണ് ഈശോ. അതിന് മാറ്റമില്ല. സർവ്വത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മാറ്റമില്ലാത്ത വിശ്വാസം നിന്റെ ചങ്കി കയറിയ യേശുവിന്റെ അതേ ആത്മാവ് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോ ഏത് കല്ലറയ്ക്കുള്ളിൽ നിന്നെ അടക്കം ചെയ്താലും 3-ാം ദിവസം ആ കല്ലറ വിട്ട് നീ പുറത്തു വരും. ഹല്ലേലൂയ. പറ്റില്ല. യേശുവിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു ദൈവ പൈതലിനെ ഈ ലോകത്തിന് അടക്കം ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. പിന്നെയാണ് രോഗത്തിന് അടക്കം ചെയ്യാൻ പറ്റുന്നത്. പിന്നെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് നമ്മളെ തകർക്കാൻ പറ്റുന്നത്. പിന്നെയാണ് തടസ്സങ്ങൾക്കും പരാജയങ്ങൾക്കും നമ്മളെ തകർക്കാൻ പറ്റുന്നത്. കല്ലറയ്ക്ക് പോലും, ഈ ലോകത്തിന് പോലും യേശുവിനെ 3 ദിവസത്തിനുള്ളിൽ അപ്പുറം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അവൻ ദൈവമായിരുന്നത് കൊണ്ട് അവനിൽ പ്രവർത്തിച്ചിരുന്ന ആത്മാവ് കല്ലറകളെ വിട്ട് പുറത്തു വരുന്ന ദൈവത്തിന്റെ ശക്തിയായിരുന്നു കൊണ്ട് അവൻ കല്ലറകളെ തകർത്തിട്ട് സ്വന്തം ശക്തിയാൽ പുറത്തു വന്നെങ്കിൽ അതേ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോ ഹല്ലേലൂയ, എന്ത് സംഭവിക്കും? ഉറക്കെ പറ, എന്ത് സംഭവിക്കും? ഒരു കല്ലറയ്ക്ക് നിന്നെ അടക്കം ചെയ്യാൻ പറ്റില്ല. ശ്രമമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:26 വചനം പറയുന്നുണ്ട്, മനുഷ്യന്റെ അവസാന ശത്രുവായ മരണമെന്ന മനുഷ്യന്റെ ശത്രുവിനെ യേശു കാൽവരി കുരിശിൽ കീഴടക്കി ഛിന്നഭിന്നമാക്കി. അവന് മരണത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ? മരണത്തെ ഒരു ക്രിസ്ത്യാനിക്ക് പണ്ടേ മരണത്തെ പേടിയില്ല. ഹല്ലേലൂയ. 2000 വർഷമുള്ള സഭയുടെ ചരിത്രത്തിൽ സഭയിൽ യേശുവിൽ അതുപോലെ ചങ്കുറപ്പോടെ വിശ്വസിച്ച ഒരു ദൈവവൈതലനും മരണത്തെ പേടിച്ചിട്ടില്ല. ഒരു പേടിയില്ല. അത് വാളിന്റെ മുമ്പിലോ ഈ പറയുന്ന പോലെ വിശക്കുന്ന സിംഹക്കുഴിയുടെ നടുവിലോ അല്ലെങ്കിൽ തീപ്പന്തങ്ങളുടെ നടുവിലോ വെട്ടുകത്തിയുടെ മുടുവിലോ ഒന്നും പ്രിയപ്പെട്ടവരെ യേശുവിനെ ചങ്കിലേറ്റിയ ഒരു ദൈവ പൈതൽ ഇന്നോളം വിറച്ചിട്ടില്ല. ഹല്ലേലൂയ. കാരണം യേശുവിന്റെ അതേ ആത്മാവാണ് ഇവൻ ഉള്ളിൽ നിൽക്കുന്നത്. പിന്നെ ഇവൻ ഈ ഓലപ്പാമ്പ് കാണിച്ചാൽ പേടിക്കോ? സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഒരു രോഗം കൊണ്ടൊന്നുകൊണ്ട് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഒരു സാമ്പത്തിക നഷ്ടം കൊണ്ടൊന്ന് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഒരു പ്രലോഭനം അനുവദിച്ച് തകർക്കാൻ നോക്കുന്നു, മനസ്സ് മടിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങൾ നിന്റെ മുമ്പിൽ വെച്ചിട്ട് നിന്നെ തകർക്കാൻ നോക്കുന്നു, നിന്റെ കുടുംബത്തിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിട്ട് അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിന്നെ അസ്വസ്ഥപ്പെടുത്താൻ ശ്രമിക്കുമ്പോ ചങ്കുറപ്പോടെ പറയും ഓലപ്പാമ്പിനെ കാണിച്ച്. ആരോടാ പറയുന്നേ? കർത്താവിനോടോ? ആരോടാ പറയുന്നേ? പ്രശ്നത്തെ നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും നമുക്ക് മരണത്തിന് പോലും നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല. പിന്നെയാണ് ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പത്രോസ് പറഞ്ഞു ചിലവര് ഇങ്ങനെയാണ് ക്രിസ്തുവിനെ അറിയാത്തവർ പറയുന്ന കാര്യങ്ങൾ. അത് കേൾക്കേണ്ട കാര്യമുണ്ടോ? പറ നിങ്ങള്. ദൈവത്തെ അറിയാത്ത ഒരു ജനം പറയുന്ന കാര്യം കേൾക്കേണ്ട കാര്യം നമുക്കുണ്ടോ? ഉറക്കെ പറഞ്ഞേ, ഉണ്ടോ? ഉണ്ടോ? കുമ്പസാരം നിർത്തിയേക്കാം. നിർത്തണോ? വിവരമില്ലാത്ത വല്ലവരും വല്ലതും പറഞ്ഞെന്ന് വെച്ച് കേൾക്കേണ്ട കാര്യമുണ്ടോ? വിശുദ്ധ കുർബാന വേണ്ട. വിവരക്കേട് ആർക്കാ പറയാൻ പറ്റില്ലാത്ത? ആർക്ക് വേണമെങ്കിൽ ഈ വിവരക്കേട് പറയാം. അങ്ങനെ പറഞ്ഞു അതെ യേശു പ്രവാചകനാണെന്ന് പറയുന്നു. അപ്പൊ കർത്താവ് ചോദിച്ചു, എടാ നീ എന്നാ പറയുന്നേ? വാട്ട് ഡു യു സേ? നീ എന്ത് പറയുന്നു? അവൻ പറയുന്നതോ അവള് പറയുന്നത് എന്നെ ഇന്നോളം കണ്ടിട്ടില്ലാത്തവനും എന്നെ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്തവനും ഇന്നോളം എന്റെ സ്നേഹം കിട്ടിയിട്ടില്ലാത്തവനും പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. നീ എന്താ എന്നെ കുറിച്ച് പറയുന്നത്? 3 വർഷമായില്ലേ എന്റെ കൂടെ നടക്കുന്നു. വാട്ട് ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാ നീ പറയുന്നേ? പത്രോസ് പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നതാ? അത് പറ. കർത്താവ് എന്നാ പറഞ്ഞേ? പത്രോസേ, മാംസരക്തങ്ങളല്ല, മനുഷ്യനല്ല, ഈ ലോകമല്ല നിനക്കത് വെളിപ്പെടുത്തി തന്നത്, മറിച്ച് എന്റെ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി തന്ന രഹസ്യമാണ്. ഞാൻ അവന്റെ പുത്രനാണെന്നുള്ള രഹസ്യം ലോകത്തിന് പറഞ്ഞുതരാൻ പറ്റില്ലെന്നേ.
മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കും. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രഹസ്യം സ്വർഗം വെളിപ്പെടുത്തി തരണം. അതുകൊണ്ട് പോലും പത്രോസ് ഇത് നിനക്ക് മനസ്സിലാക്കി തന്നത് മാംസരക്തങ്ങളല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഈ വെളിപ്പെടുത്തൽ കിട്ടിയാലുണ്ടല്ലോ പിന്നെ അമ്മിച്ചി പേടിക്കണ്ടെന്നേ, മക്കളെ കുറിച്ചൊന്നും വിഷമിക്കണ്ടെന്നേ. എന്താച്ചാ മകന്റെ മദ്യപാനം കാരണം സമാധാനമില്ല അച്ഛാ, ജീവിത പങ്കാളിയുടെ കുടി കാരണം സ്വസ്ഥതയില്ലെന്ന്, ഈ രോഗം കാരണം പ്രശ്നം. ഡോണ്ട് വറി, ഈ രഹസ്യം നിന്റെ ചങ്കി കിട്ടിയ പ്രിയപ്പെട്ടവരെ, അത് കിട്ടുന്നിടത്താണ് ഒരു കൃപ വെളിപ്പെടുന്നത്. അത് കിട്ടുന്നിടത്താണ് യേശുവിന്റെ അതേ അഭിഷേകം നിന്നിലേക്ക് ഒഴുകുന്നത്. അതാണ് സൗഖ്യമായിട്ടും വിടുതലൊക്കെ ആയിട്ട് മാറുന്നത്. വേറൊന്നുമില്ല. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11:6 വചനം പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ എന്തിനെങ്കിലും വേണ്ടി നീ നിലവിളിക്കുമ്പോ, തമ്പുരാന്റെ മുമ്പിൽ എന്തിനെങ്കിലും വേണ്ടി നീ കൈ നീട്ടുമ്പോ, 2 കാര്യം ചങ്കിൽ ഉറപ്പിച്ചിട്ട് കൈ നീട്ടാവൂ. 2 കാര്യം ചങ്കിൽ എഴുതിയിട്ടിട്ട് കൈ നീട്ടാവൂ. 1, ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? നിങ്ങളൊക്കെ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. വിശ്വാസമില്ലാത്ത ദൈവമുണ്ട്, ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ പോടക്കാന്ന് ദൈവം വേറെ പറയാനൊന്നുമില്ല എന്ന് വെച്ചാൽ, ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നീ അങ്ങോട്ട് വിശ്വസിച്ചാൽ ദൈവം ഉണ്ടെന്ന്. എന്തോരം പേര് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തോരം നിരീശ്വരവാദികൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം. ഇന്ന് ഈ ദിവസങ്ങളിൽ സമയം കിട്ടിയാൽ പറയാം. എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ നിരീശ്വരവാദിയായി തീരുന്നത്, എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ ദൈവത്തിൽ നിന്ന് അകലുന്നത്? അത് കാരണങ്ങളുണ്ട്. ഒരുവന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ എവിടെയോ സംഭവിച്ച വിശ്വാസത്തിന്റെ അപജയത്തിലേക്ക് നയിക്കാനുള്ള ജീവിതത്തിന്റെ കാരണങ്ങളാണ് അവനെ നിരീശ്വരവാദിയാക്കിയത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, നിരീശ്വരവാദി നിത്യനാശത്തിൽ പോകുമെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. കാരണം എന്താ? അവന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് അവനെ അങ്ങനെ ആക്കിയത്. ഞാനിന്ന് മദ്യപാനിയായത് പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിന്റെ ഇന്നലകളുടെ അനുഭവങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരാൾ മദ്യപാനിയായി നമ്മുടെ മുമ്പിൽ വരുമ്പോ അവൻ മദ്യപാനാണല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. ഒരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു പ്രവാചകനാണ്, നീ ആരാണെന്ന് അതാണ് എനിക്കറിയേണ്ടത്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, നാട്ടുകാരെന്ത് പറയുന്നു, ചാനലിൽ അന്തിച്ചർച്ചയിൽ എന്ത് പറയുന്നു, ഇതൊന്നും നമ്മുടെ വിഷയമല്ല പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. യേശുക്രിസ്തു ആരാണെന്ന് ചങ്കി കിട്ടിയ ഒരു ദൈവ പൈതലിന് ലോകം മുഴുവൻ മാറി നിന്നിട്ട് യേശു മനുഷ്യനാണെന്നോ യേശു ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞാലും എന്റെ ചങ്കിൽ അവന്റെ സ്നേഹമുണ്ടെങ്കിൽ, എന്റെ ഹൃദയത്തിൽ അവന്റെ കുരിശുമരണത്തിന്റെ സ്നേഹം അനുഭവിച്ചെങ്കിൽ ആര് പറഞ്ഞാലും പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ, എനിക്കൊരു കുഴപ്പമില്ല. കിട്ടാഞ്ഞിട്ടാണേ. അപ്പൊ ആരെങ്കിലും അവിടെ എന്തെങ്കിലും പറഞ്ഞ, ആരെങ്കിലും അവിടെ എന്തെങ്കിലും പറ്റിയ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായ, അപ്പോഴേ ഈ വിശ്വാസത്തെയാണ് ശ്രദ്ധിക്കണേ, ഈ വിശ്വാസത്തെയാണ് സൈത്താൻ അടിക്കുന്നത്. എന്നതാ? എന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെ, എന്റെ യേശുവിലുള്ള വിശ്വാസത്തെ അവൻ അടച്ചു കളയും. പ്രശ്നങ്ങൾ വരുന്നേ, പ്രശ്നങ്ങൾ വരാതിരിക്കുമോ? പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരും. ഇനി ഈ അടുത്ത നാളുകളിൽ അത് കൂടാൻ പോവാ. നിന്റെ വിശ്വാസത്തിൽ നിന്നെ പുറത്തു കളയാൻ വേണ്ട സർവ്വ സാഹചര്യങ്ങളും നിന്റെ വിശ്വാസത്തിൽ നിന്നെ പിടിച്ചുലയ്ക്കുന്ന, നിന്റെ വിശ്വാസത്തിൽ നിന്നും നിന്നെ വ്യതിചലിപ്പിക്കാനും വിശ്വാസത്തെ തള്ളിപ്പറയാൻ വരെ കാരണമാകുന്ന കാരണങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ സഭയ്ക്കെതിരെ വരാൻ പോവുക. ഈ ചങ്കുറപ്പ്, ഈ ചങ്കുറ്റവും ചങ്കി കിട്ടിയില്ലെങ്കിൽ ഹല്ലേലൂയ, സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് വേണം, അതിലേക്കാണ്, അതാണ് സ്വർഗം ആഗ്രഹം, അങ്ങോട്ടെത്തണം. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ യേശു ക്രിസ്തു മാംസം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത, അത് ഏറ്റുപറയാത്ത ഒരാത്മാവ് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ്. അത് ഇപ്പോ തന്നെ ഈ ലോകത്തിലുണ്ട്, ഇപ്പോ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. എന്റെ കണ്ണുകൊണ്ട് എനിക്ക് ഈശോ ഏറ്റു പറയാൻ പറ്റണില്ല. അനേകരുടെ വേദനയാണ്. രാത്രിയുടെ യാമങ്ങളിൽ കാണുന്നത് മുഴുവനും മ്ലേച്ഛതയാ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ കാണുന്നത് മുഴുവനും മ്ലേച്ഛതയാ. വിവാഹ ജീവിതം കഴിഞ്ഞിട്ടും വിവാഹത്തിൽ ഒന്നിപ്പിക്കപ്പെട്ടിട്ടും ഇന്ന് പ്രിയപ്പെട്ടവരെ അപരന്റെ നഗ്നത കാണാൻ വെമ്പൽ കൊള്ളുന്ന എത്രയോ ദാമ്പത്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ ഈ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് വിളിച്ചിട്ട് സമയം കിട്ടാറില്ല. എന്നാലും വല്ലപ്പോഴും ഫ്രീ ആണെങ്കിൽ ചില സമയത്ത് ഫോൺ എടുത്തു കഴിയുമ്പോ എന്റെ അച്ഛാ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ വന്ന ഒരു വിഷയമാണ്, അച്ഛാ പ്രാർത്ഥിക്കണം, എന്റെ ജീവിത പങ്കാളിക്ക് ഒരു അന്യ സ്ത്രീയുമായിട്ടുള്ള ബന്ധമുണ്ട്. അച്ഛാ എന്റെ ജീവിത പങ്കാളി എന്റെ കൺമുമ്പിലിരുന്ന കമ്പ്യൂട്ടർ ഓണാക്കി വെച്ചിട്ട് അവരെന്റെ നഗ്നത കാണുന്നത്, മ്ലേച്ഛത കാണുന്നത്. എന്നാ പറയാൻ അച്ഛാ? പറഞ്ഞാ കേൾക്കുന്നില്ല അച്ഛാ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കാവോ?
കണ്ടുകൊണ്ടിരിക്കുക. സ്വന്തം ജീവിതം. എന്നിട്ട് പറയാ, എന്റെ അച്ഛ 2 കെട്ടിക്കാറായ പെൺമക്കളുണ്ടെന്നെങ്കിലും ഒന്ന് ഓർക്കണ്ടേ. വിവാഹപ്രായ 2 പെൺമക്കളുണ്ട്. അപ്പം കാണിക്കുന്ന പരിപാടിയാ കോമൺ ആയിട്ട്. ഈ പിള്ളേര് നമ്മളെക്കാൾ വളർന്ന പിള്ളേരാ. വെറുതെ അതടിച്ച് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്നത് മുഴുവനും അപ്പം കണ്ട വീഡിയോസ് മനസ്സിലാക്കാനുള്ള സുബോധമില്ലാത്ത മക്കളാണെന്ന് വിചാരിക്കരുത്. അറിയാം, കഴിഞ്ഞ നാളുകൾ കണ്ടത് മുഴുവൻ അവിടെ ഹിസ്റ്ററിയിലുണ്ട്. എന്നിട്ട് ഈ മക്കൾ ചെന്നിട്ട് ചോദിക്കും, എന്താ അമ്മേ അപ്പൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിങ്ങളുടെ ദാമ്പത്യത്തിന് വല്ല പ്രശ്നമുണ്ടോ? മക്കള് ഒരമ്മയുടെ അടുത്ത് ചോദിക്കുക, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് വല്ല പ്രശ്നമുണ്ടോ? കമ്പ്യൂട്ടർ ഓണാക്കിയിട്ട് മുഴുവനും ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുവൻ കണ്ടിരിക്കുന്നത് മ്ലേച്ഛതയാണ്, അശുദ്ധിയാണ്. കണ്ണുകൾ കൊണ്ട് ഏറ്റു പറയാൻ പറ്റുന്നില്ല, ശരീരം കൊണ്ട് ഏറ്റു പറയാൻ പറ്റുന്നില്ല, ജീവിതം കൊണ്ട് ഏറ്റു പറയാൻ പറ്റുന്നില്ല, വിശ്വാസം ഏറ്റു പറയാൻ പറ്റുന്നില്ല. എങ്കിൽ വചനം പറയുന്നു, നിന്നിൽ പ്രവർത്തിക്കുന്നത് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ്. ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ് അതിപ്പോ തന്നെ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പല ഫോമിലാണെന്നുള്ളൂ, പല രൂപത്തിലാണെന്നുള്ളൂ. വ്യഭിചാരത്തിന്റെ ദുർഭൂതമായും, അമിതമായ കോപത്തിന്റെ ദുരാത്മാവായും, ഭയത്തിന്റെ ദുരാത്മാവായും, സ്വയംഭോഗത്തിന്റെ സ്വവർഗരതിയുടെ ദുരാത്മാവായും, മ്ലേച്ഛ ബന്ധങ്ങളുടെ ദുരാത്മാവായും, മദ്യത്തിന്റെ ദുരാത്മാവായൊക്കെ, ലഹരിയുടെ ദുരാത്മാവായും ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ? യേശുവിനെ ഏറ്റു പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അതേ പിശാച് ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ ഒന്നും പിശാച് ആഗ്രഹിക്കുന്നില്ലെന്നേ. പിശാച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ സൈറ്റൻ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, അവൻ യേശുവിനെ ജീവിതം കൊണ്ട് ഏറ്റു പറയരുത്. പറഞ്ഞ അവൻ രക്ഷപ്പെടും. പറയാതെ നോക്കാന്നുള്ളതല്ലേ വഴി, അല്ലെ? എങ്ങനെയെങ്കിലും നമ്മൾ പറയില്ലേ, എങ്ങനെയെങ്കിലും പശു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛ ഇങ്ങനെ കുന്തും കോലൊക്കെ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നേ. വീടിന്റെ വേലിയൊന്നുമില്ല, അതുകൊണ്ട് ഉള്ള വേലിയൊക്കെ ഇങ്ങനെ ഒരു വീട് ഇതെല്ലാം കമ്പും കോലും എല്ലാം വെച്ച് അതിനെ വെച്ച് ഇങ്ങനെ, അത് പശു കയറാതിരിക്കാനാണ്. പശു കയറാതിരിക്കാനാണ്. പശു കയറി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നട്ടിരിക്കുന്നൊക്കെ എടുത്ത് പറിച്ച് തിന്നും. അതുകൊണ്ട് പശു കയറാതിരിക്കാൻ വേണ്ടി മതിലൊന്നും കെട്ടാത്തതുകൊണ്ട് കിട്ടിയ കമ്പും കോലും പഴയ സാധനങ്ങളും പാട്ടയും ഇതെല്ലാം എടുത്ത് പറക്കി വെച്ച് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക. എന്തിനാ? പശു കയറാതിരിക്കാൻ. പശു കയറിയ ഇത് നശിപ്പിക്കും. ഹല്ലേലൂയ. ശ്രമം പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ തന്നെ പിശാച് ചില മേഖലകളിൽ നമ്മളെ കെട്ടിയിട്ടിട്ട് അവിടെ നമ്മളെ അടച്ചു വെച്ചിരിക്കുക. എന്തിനാ? സുവിശേഷത്തിന്റെ പ്രകാശം നീ കാണരുത്. യേശുവിൽ നിനക്കായി സ്വർഗം ചെയ്തത് നീ മനസ്സിലാക്കരുത്. യേശുവിൽ നിനക്കായി സ്വർഗം പൂർത്തിയാക്കിയത് നിന്റെ ജീവിതത്തിലോ നിന്റെ കുടുംബത്തിലോ നീ സ്വന്തമാക്കരുത്. അതിനുവേണ്ടി അവൻ അടച്ചു കളയുക. ഹല്ലേലൂയ. സർവ്വ പറ ഹല്ലേലൂയ. 2 കൊരിന്തോസ് അതിന്റെ 4:4 വചനം കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 കൊരിന്തോസ് 4:4. ഈ ലോകത്തിന്റെ ദേവൻ, ശ്രദ്ധിച്ചു കേട്ടോ, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല, കാണാൻ പറ്റണില്ല. വിശ്വാസത്തിന്റെ കണ്ണുകളെ അടച്ചു കളഞ്ഞു, വിശുദ്ധിയുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞു, സ്നേഹത്തിന്റെ കണ്ണുകളെ അടച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഇപ്പൊ വെറുപ്പില്ല. മോനെ ക്ഷമിക്ക്, അപ്പ അത് പോട്ടെ എന്ന് പറ, അമ്മിച്ചി അത് വിട്ടുകൂടാ. അതെങ്ങനെയാ അച്ഛാ ക്ഷമിക്കുന്നേ? എന്റെ അപ്പനോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? അമ്മയോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? വീതം വെച്ചപ്പോ നല്ലത് ചേട്ടന് കൊടുത്തു, ഞങ്ങൾക്ക് തന്നെ എന്നാന്നറിയാവോ? ഞാൻ വീട്ടിൽ ഇത്രയും നാൾ കിടന്ന് പട്ടിണിയും ദാരിദ്ര്യമായിട്ട് പണിയെടുത്തിട്ട് കുണ്ണന്ന് മുഴുവൻ വീട്ടിൽ കൊടുത്തിട്ട് വീതം വെച്ചപ്പോ ഞാൻ പുറത്ത്. അതെങ്ങനെയാ ക്ഷമിക്കുന്നേ? അതെങ്ങനെയാ ക്ഷമിക്കുന്നേ? ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെയാ ക്ഷമിക്കുന്നേ? മകനെ മകളെ, നിന്നെ വെറുപ്പിന്റെ ദുരാത്മാവിൽ കെട്ടിവെച്ചിട്ട് യേശുവിനെ നിന്റെ ബന്ധങ്ങളിൽ ഏറ്റു പറയാതിരിക്കാനുള്ള പിശാചിന്റെ കെണിയാണത്. ഹല്ലേലൂയ. ഈ കെണിയിൽ പെടുമ്പോ നീയും അനുഗ്രഹിക്കപ്പെടില്ല, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടില്ല. എല്ലാം ബ്ലോക്കായി, കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു. അനുഗ്രഹത്തിന്റെ എല്ലാ തലങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് പിശാച് അങ്ങോട്ട് അടച്ചു കളഞ്ഞു. എത്ര എളുപ്പമായി നോക്കിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പിശാചിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, മനസ്സിലാക്കിക്കൊള്ളുക, യേശുവിനെ നീ ഏറ്റു പറയരുത്. യേശുവിനെ, യേശു എന്ന നാമം നീ പറയരുത്. യേശുവിനെ ഏറ്റു പറയരുത്. യേശുവിനെ ദൈവമാണെന്ന് നീ പറയരുത്. യേശു ദൈവത്തിന്റെ ഏകപുത്രനാണെന്ന് നീ പറയരുത്. യേശു മാത്രമാണ് സത്യമെന്ന് നീ പറയരുത്. യേശുവിന്റെ രക്ഷകനാണെന്ന് പറയരുത്. യേശുവിന്റെ ജീവനാണെന്ന് പറയരുത്. യേശുവിന്റെ സൗഖ്യമാണെന്ന് പറയരുത്. യേശുവിന്റെ നിത്യജീവനാണെന്ന്, സ്വർഗമാണെന്ന് നീ പറയരുത്. പറയാതിരിക്കാനുള്ള സകല ഗണികളും പിശാച് ചെയ്യും. ഹല്ലേലൂയ. സർവ്വത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവസന്നിധിയിൽ നീ നിലവിളിക്കുമ്പോൾ വചനം ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. രണ്ടാമത്തത്, ദൈവസന്നിധിയിൽ എന്തിനെങ്കിലും വേണ്ടി നിലവിളിക്കുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. മറിച്ച് കൂട്ടിച്ചേർക്കുന്നു, നീ യാചിക്കുന്നതും നീ ചോദിക്കുന്നതും നിനക്ക് ചെയ്തു തരാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന് നീ വിശ്വസിക്കണം. നീ ചോദിച്ചു, എന്നാ ചോദിച്ചാൽ തരാൻ കഴിവുള്ള ദൈവം. ഇത് ആ വിശ്വാസത്തിൽ നിന്നും പിശാച് ബ്ലോക്ക് ചെയ്യും. യേശുവിനെ ഏറ്റു പറയാൻ പറ്റും. അതാ നിങ്ങൾ പ്രിയപ്പെട്ട കുടുംബമായിട്ട് വിശ്വാസം ഏറ്റു പറയാൻ പറ്റുന്നില്ല. ബന്ധങ്ങളിൽ ഈ വിശ്വാസം സത്യം ഏറ്റു പറയാൻ നമുക്ക് പറ്റുന്നില്ല. യേശുവിനെ നമ്മൾ നമ്മളെങ്ങനെയാണെന്നറിയോ അന്വേഷിച്ച് പറയും. സൗകര്യം അനുസരിച്ച് ഇപ്പൊ യേശുവിനെ ഏറ്റു പറയും, നാളെ യേശുവിനെ ഏറ്റു പറയാതിരിക്കും. മറ്റന്നാൾ യേശു പറയും. ഈസ്റ്റർ വരുമ്പോൾ മാത്രം യേശുവിനെ ഏറ്റു പറയില്ല, ക്രിസ്മസ് വരുമ്പോൾ യേശുവിനെ ഏറ്റു പറയില്ല, ഓണം വന്നാൽ യേശുവിനെ ഏറ്റു പറയില്ല, ബാക്കി സമയത്തൊക്കെ യേശുവിനെ ഏറ്റു പറയും. ഇതാണ് നമ്മുടെ ഏറ്റുപറച്ചിൽ. 2 വഞ്ചി കാല് വെച്ചിട്ട് എത്ര നാള് പോകും? ഹല്ലേലൂയ. നമുക്ക് മനസ്സിന് മുറിവേൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ യേശുവിനെ ജീവിതത്തിൽ ഏറ്റു പറയില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ നിരാശയിലേക്ക് പോയി, നമ്മൾ ആകുലതയിലേക്ക് പോയി, നമ്മൾ വേദനയിലേക്ക് പോയി, നമ്മൾ ഒറ്റപ്പെടൽ അനുഭവത്തിലേക്കൊക്കെ പോകുന്നതിന് കാരണം ആ നിരാശയുടെ നടുവില്, ആ വേദനയുടെ നടുവില്, ആ തിരസ്കരണത്തിന്റെ നടുവില്, ആ ഒറ്റപ്പെടലിന്റെ നടുവില് യേശുവിന്റെ കൂടെയുണ്ടെന്നൊരു ദൈവ പൈതൽ ഏറ്റു പറയുമ്പോ, ഹല്ലേലൂയ, പിന്നെ നിരാശയുടെ അരൂപിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ ആത്മഹത്യയുടെ അരൂപിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന ആരൂപിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് പ്രവർത്തിക്കുന്ന കാരണം ആ സമയത്ത് നമുക്ക് യേശുവിനെ ഏറ്റു പറയാൻ പറ്റാത്തതാണ്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂറും നമ്മൾ യേശുവിനെ ഏറ്റു പറയണം. വിശ്വാസ പ്രമാണത്തിന്റെ ശക്തി ഉണ്ടല്ലോ. നിങ്ങൾ ഇന്ന് തുടങ്ങിക്കോ. വിശ്വാസ പ്രമാണം ഏത് വിഷയമാണോ ആ വിഷയത്തിന് നിങ്ങൾ തന്നെ ഒരു നമ്പർ ഇട്ടോ. നമ്പർ അല്ല ഇവിടെ പ്രശ്നം. ഏറ്റുപറയുന്ന വിശ്വാസ സത്യങ്ങളുടെ കാതലും അതിന്റെ ശക്തിയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് 5 എണ്ണോ 10 എണ്ണോ 1 എണ്ണോ ജില്ലയിലും കുഴപ്പമില്ല. പക്ഷെ വിശ്വാസ പ്രമാണം ഏറ്റുപറയണം. കാരണം അത് യേശു ക്രിസ്തുവിന്റെ രക്ഷാകര സത്യത്തിന്റെ പൂർണ്ണത ആ വിശ്വാസ സത്യത്തിലുണ്ട്, സഭയുടെ വിശ്വാസ പ്രമാണത്തിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു വിഷയമുണ്ടോ, സാമ്പത്തിക പ്രശ്നമുണ്ടോ, രോഗമുണ്ടോ, നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസ പ്രമാണം ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് പറയുമ്പോൾ തന്നെ, ബോധപൂർവം പറയുമ്പോൾ തന്നെ എന്തോരം പ്രശ്നം തീർന്ന്. സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആരിലാ വിശ്വസിക്കുന്നേ? ആരില്? ഇനി മുട്ടുവേദന മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടോ? സർവശക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിന്റെ മേലും അധികാരമുള്ള ദൈവം. ഇപ്പൊ നിന്റെ ഈ രോഗമോ, നിന്റെ ഈ പരാജയമോ, നിന്റെ ഈ ജോലിയോ, നിന്റെ ഈ വിവാഹമോ, ഈ തടസ്സോ, ഇതിനൊന്നും പ്രശ്നമല്ല. കാരണം അവൻ സർവശക്തനാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ ആ വിശ്വാസ പ്രമാണം നീ ഏറ്റു പറയുമ്പോ, അത് ഒറ്റ പ്രാവശ്യം പറഞ്ഞ് അങ്ങേ അറ്റത്തെത്തുമ്പോ നീ വേറൊരു വ്യക്തിയായിട്ട് മാറും. ഹല്ലേലൂയ. ഒരൊറ്റ പ്രാവശ്യം അതുകൊണ്ടല്ലേ പ്രിയ ഞങ്ങള് ഡെലിവറൻസ് ശുശ്രൂഷ നടത്തുമ്പോൾ പൈശാചിക ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്നാണെന്നറിയാവോ? 2 പ്രാർത്ഥനകൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും, മറ്റൊന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലും. കാരണം പരിശുദ്ധ അമ്മയെ പിശാചിന് പേടിയാണ്. കാരണം പിശാചിന് ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. ഹല്ലേലൂയ. അതുപോലൊരു സമർപ്പണമായിരുന്നു പരിശുദ്ധ അമ്മ. തന്റെ ജീവിതത്തിൽ ഉടനീളം യേശുവിനെ ഏറ്റുപറഞ്ഞവളോ. തന്റെ ജീവിതവും തന്റെ യൗവനവും തന്റെ സ്വപ്നങ്ങളും തന്റെ പ്രതീക്ഷകളിലും തന്റെ ഉദരം കൊണ്ടും തന്റെ ജീവിതം കൊണ്ടും തന്റെ സഹനം കൊണ്ടും എല്ലാം യേശുവിനെ മാത്രം ഏറ്റുപറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയെ തൊടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലും പ്രിയപ്പെട്ടവർ ഈ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുമ്പോ
പിശാച് കടന്ന് വറയ്ക്കും. നമ്മൾ ഈ പൈശാചിക ശക്തികളെ ബന്ധന പ്രാർത്ഥന ഒക്കെ നടത്തുമ്പോൾ കടന്ന് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇങ്ങനെ ചെവി പൊത്തിയിട്ട് അലറും, ഞങ്ങൾക്ക് കേൾക്കണ്ട, നിർത്ത് നിർത്ത്. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന പോലും ചിലർക്ക് കേൾക്കാൻ പറ്റില്ല. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ മുഴുപ്പിക്കൽ അടിച്ച് തകർക്കും. ഹല്ലേലൂയ. അപ്പൊ പൈശാചിക ശക്തിയുടെ മേൽ പ്രിയപ്പെട്ടവരെ സഭ തന്നിരിക്കുന്ന ഒരു ഔദ്യോഗിക പ്രാർത്ഥനകളെക്കാൾ അപ്പുറമായിട്ട് ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ കാതലിന്റെ ഏറ്റുപറച്ചിലാണ്. ഈ ഏറ്റുപറച്ചിലാണ് പ്രിയപ്പെട്ടവരെ തിന്മ അകലുന്നത്. വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ മാത്രമാണ് പൈശാചിക ശക്തി. അതുകൊണ്ടല്ലേ നമ്മൾ എന്തിനാ കുമ്പസാരിക്കുന്നത്? കുമ്പസാരം ഒരു ഏറ്റുപറച്ചിലാണ്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഇറ്റ്സ് എ കൺഫെഷൻ. കൺഫസ് യുവർ സിൻ. നിന്റെ പാപങ്ങൾ നീ എന്ന് പറഞ്ഞാൽ പിശാചിനെ തള്ളിക്കളഞ്ഞിട്ട് യേശുവിനെ ഇന്നലകളിൽ ഞാൻ തള്ളിക്കളഞ്ഞ മേഖലകളിൽ യേശുവിനെ ഞാൻ ഏറ്റുപറയുമ്പോ പൈശാചിക ശക്തികൾ അഴിയുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മള് ഈ ബന്ധനം പോലത്തെ ചില മേഖലകള് ഡെലിവറൻസ് പ്രയർ നടത്തുന്നതിന് മുമ്പ് കുമ്പസാരിച്ചിട്ട് വരാൻ പറയും. കാര്യം എളുപ്പം. കാരണം ഇവൻ ബോധപൂർവം ഇവന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അന്തിക്രിസ്തുവിന്റെ ദുരാത്മാവിനെ ഇവൻ ബോധപൂർവം തള്ളിക്കളഞ്ഞിട്ട് റിനൗൺസ് ചെയ്തിട്ട് അവൻ യേശുവിനെ അനൗൺസ് ചെയ്യുന്ന ശുശ്രൂഷയാണ് സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമേറിയ ശുശ്രൂഷയാണ് കുമ്പസാരം, കൺഫെഷൻ, ഏറ്റുപറച്ചിൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ഏറ്റുപറച്ചിൽ തന്നെ എനിക്കറിയാം എന്തോ ഒരു പേര് ഒറ്റ കുമ്പസാരത്തിലൂടെ വിടുതൽ കിട്ടിയിരിക്കുന്നു. ഒറ്റ കുമ്പസാരത്തിലൂടെ വെറുതെ ഇതിൽ അവൻ ബോധപൂർവം തമ്പുരാന്റെ മുമ്പിൽ ഏങ്ങി പൊട്ടി കരഞ്ഞിട്ടൊന്നു കുമ്പസാരിച്ചു. ജീവിതത്തിന് മുഴുവനും തുറന്നു വെച്ചിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി കർത്താവേ എന്ന് ചങ്കു പൊട്ടി കരഞ്ഞപ്പോ, അവൻ ഏറ്റുപറഞ്ഞപ്പോ, പിശാചിനെ തള്ളിയപ്പോ, യേശുവിനെ ജീവിതത്തിൽ ഏറ്റുപറയാൻ തീരുമാനമെടുത്തപ്പോ അപ്പോൾ തന്നെ സ്വർഗത്തിന്റെ കൃപയൊഴുകുകയാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ പടുകുഴിയിൽ ബാംഗ്ലൂര് കടന്നുകൊണ്ടിരുന്ന ഒരു പയ്യൻ ഒരിക്കൽ കാരിസ്മയിൽ കുമ്പസാരിക്കാമെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കുമ്പസാരിക്കാമെന്ന് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കൗൺസിലിങ്ങിന് വേണം, അത് കഴിഞ്ഞിട്ട് കുമ്പസാരിക്കാം, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സമയം കൊടുത്തു. അവന്റെ ജീവിതം കേട്ട തലധരിച്ചു പോകും. പക്ഷെ ഇന്ന് അവൻ വിദേശ രാജ്യത്തിൽ കർത്താവിന് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു യുവ ശുശ്രൂഷകനാക്കി സ്വർഗം അവനെ മാറ്റി. ഒറ്റ കുമ്പസാരത്തിലൂടെ ജീവിതം മാറി. ഞാൻ ഇന്നും എനിക്ക് എൻ്റെ ദൈവമേ, ഈ കുമ്പസാരത്തിന് ഇത്രമാത്രം ശക്തി ഉണ്ടല്ലോ. ഒറ്റ കുമ്പസാരത്തിലൂടെയാണ് അവന്റെ ജീവിതം എല്ലാം എന്തെല്ലാം ഒരു അവസ്ഥയിൽ ഒരു ദൈവ പൈതൽ അതപ്പതിക്കാവോ. ബാംഗ്ലൂര് ജീവിതം അങ്ങേയറ്റം അതപ്പതിച്ചിന് ജീവിതം പോലും പ്രതീക്ഷ നഷ്ടപ്പെട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ച് തീർത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ യൗവനത്തെ സ്വർഗം ഒരൊറ്റ കുമ്പസാരത്തിലൂടെ ജീവിതം കീഴ്മേൽ മറിച്ചു. ഇന്ന് സുവിശേഷം ഇതുപോലെ സുവിശേഷം വിദേശ രാജ്യത്ത് സുവിശേഷം പറയുന്ന ഒരു യുവനാ. ഹല്ലേലൂയ. കാരണം ഇത് ദൈവത്തിന്റെ കൃപയാണെന്ന് വർഷിക്കപ്പെടുന്നത്. യേശുക്രിസ്തു കാൽവരി കുരിശിൽ നിനക്കായി പിടഞ്ഞു മരിച്ചില്ലേ, അവിടെ വെളിപ്പെട്ട കൃപയാണ് ഓരോ കുമ്പസാരത്തിലും അദൃശ്യമായ ദൈവവര പ്രസാദത്തിന്റെ ദൃശ്യമായ അടയാളങ്ങളായ കൂദാശകളിലൂടെ സ്വർഗം വെളിപ്പെടുത്തുന്നത്. അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. വിശുദ്ധ കുർബാനയുടെ സമയത്തും കുമ്പസാരത്തിന്റെ സമയത്തും ഓരോ കൂദാശകളുടെ സമയത്തും ഈ അദൃശ്യമായ ദൈവത്തിന്റെ വരപ്രസാദം കൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ കരുത്ത്, അതിന്റെ മൂടുപടങ്ങളെല്ലാം പൊളിച്ചെറിഞ്ഞിട്ട് യേശുവിനെ ചങ്കിലെടുക്കണം. അവൻ എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ കുടുംബത്തിന്റെ ഏക രക്ഷകനും നാഥനുമാണെന്ന് ഒരു ദൈവ പൈതൽ ഏറ്റു പറയുമ്പോൾ ജീവിതം മാറും, മാറാതിരിക്കില്ല. പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് വരെ യേശുവിനെ തന്റെ ചങ്കിലേറ്റിയ ജീവിതത്തിലെടുത്ത ഒരുവന്റെ ചരിത്രം മാറാതിരുന്നിട്ടില്ല. ഈ ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി വിഭജിച്ച യേശുവിനെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ എടുത്തവന്റെ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് സത്യമാ. എന്റെ ജീവിതത്തെ ദൈവത്തിന് മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. എന്റെ വിശ്വാസ ജീവിതത്തെ ദൈവത്തിന് ബലപ്പെടുത്താൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ദൈവത്തിന് ബലപ്പെടുത്താൻ പറ്റും. എന്റെ ശരീരത്തിന്റെ രോഗത്തെ കർത്താവിന് കൈവയ്ക്കാൻ പറ്റുമെങ്കിൽ മക്കളെ വിശ്വസിക്കാൻ. നിങ്ങളുടെ ക്യാൻസറുകൾ കർത്താവ് മാറ്റും, ട്യൂമറുകൾ കർത്താവ് പിഴുതെറിയും, നിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളെ കർത്താവ് വെട്ടിമാറ്റും. ഇത് സത്യമാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇത് മാത്രമാണ് സത്യം. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് യേശു ശരീരത്തിൽ വന്നു എന്ന് വിശ്വസിക്കേ. എന്തിനാ? എന്റെ പാപത്തിന്റെ പകരക്കാരനായി, പാപത്തിന്റെ ശിക്ഷയുടെ പകരക്കാരനായി യേശു ശരീരത്തിൽ വന്നു.
വിശുദ്ധ പാത്രോപ്പിക്ക് ജീവിച്ചിരുന്നപ്പോൾ പഞ്ചക്ഷതങ്ങൾ ഉണ്ടായി. പഞ്ചക്ഷതങ്ങൾ എന്നതാ പഞ്ചക്ഷതങ്ങൾ? യേശുവിന് 5 മുറിവുകൾ. യേശു മനുഷ്യരൂപം ധരിച്ച് ഈ ലോകത്തിൽ വന്നിട്ടില്ലെങ്കിൽ, അവന്റെ ശരീരത്തിൽ ഈ ക്ഷതങ്ങൾ അവൻ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ, പിന്നെ എങ്ങനെ ഇന്ന് ദൈവമക്കളുടെ ശരീരത്തിൽ ഈ പഞ്ചക്ഷതങ്ങൾ? പറയുന്നേ. ഞാൻ യൂറോപ്പിൽ ചെന്നപ്പോ ഈ പറയുന്ന പാതിരോപ്പിയുടെ ശരീരം ഇന്നും അഴുകിയിട്ടില്ല. പോയി കാണണം. 50 വർഷങ്ങൾക്കിപ്പുറം ആ വിശുദ്ധനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ ഈ കുഴിമാന്തും ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ സൂക്ഷിക്കാൻ തിരിശേഷിപ്പുകളായി. കുഴിമാന്തിയപ്പോ എങ്ങനെ അടക്കിയോ അങ്ങനെ തന്നെ ഇരിക്കുക ഇപ്പോഴും. സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റും. സഭയിൽ നിന്ന് 100-200ഓളം വിശുദ്ധരുടെ ശവശരീരങ്ങൾ അഴുകാതിരിപ്പുണ്ട്. വിശുദ്ധ അന്തോണീസിന്റെ യേശുവിന്റെ വചനം മാത്രം പറഞ്ഞ, യേശുവിന്റെ നാമം മാത്രം ഉദ്ഘോഷിച്ച വിശുദ്ധ അന്തോണീസിന്റെ നാവ് ഇപ്പോഴും അഴുകാതിരിപ്പുണ്ട്. ചെന്നാ കാണാം. വിശുദ്ധൻ ഇങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ. അപ്പൊ ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധ കുർബാനയുടെ മധ്യയും ജീവിതത്തിന്റെ പല സമയങ്ങളിലും പഞ്ചക്ഷതങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഇങ്ങനെ കെട്ടിവെച്ചിരുന്ന ഈ തുണിയൊക്കെ അവിടെ മ്യൂസിയത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട്. രക്തം ഇങ്ങനെ വാർന്നൊഴുകുന്നത് പോലെ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരിസ് പോലും ധ്യാനത്തിന്റെ സമയത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു പെങ്കൊച്ച്, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന പെങ്കൊച്ചിന് ശരീരത്തിൽ പ്രകടമായ അടയാളങ്ങളിലൂടെ പഞ്ചക്ഷത ഉണ്ടായി. നെറ്റിയിൽ നിന്നും കരങ്ങളിൽ നിന്നും കാലുകളിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നു. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു അനുഭവം. ലോകം മുഴുവൻ മാറി നിന്നിട്ട് പറയാ യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ, അവൻ കാൽവരി കുരിശിൽ ആണികളിൽ തൂങ്ങപ്പെട്ട് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്റെ കണ്ണുകൾ തുറന്നതാ. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ കെട്ടഴിഞ്ഞു. കൺമുമ്പിൽ കാണുക പഞ്ചക്ഷതം. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പങ്കുവച്ചില്ല. ആദ്യമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് വിശുദ്ധരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും പല കഥകളും വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഥകളാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ സത്യമാണെന്ന് കണ്ണുകൊണ്ട് കണ്ടപ്പോ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാരുടെ കല്ലറകൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കാണാം. പത്രോസിനെ തല കീഴാക്കിയ തകർത്ത് കളഞ്ഞത്, വെട്ടിക്കളഞ്ഞത്, കൊന്നുകളഞ്ഞത്. എത്രയോ രക്തസാക്ഷികൾ, എത്രയോ വിശുദ്ധര്. 13 വയസ്സ് പ്രായമുള്ള മരിയാഗോരേത്തിയുടെ സ്ഥലവും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. ഇറ്റലി ചെല്ലുമ്പോൾ കാണാം. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഫാത്തിമയിൽ, ലൂർദിലൊക്കെ എത്രയോ ആയിരങ്ങളോ 10,000-ങ്ങളോ വൈകിട്ടത്തെ ഒരു ശുശ്രൂഷയ്ക്ക് വരുന്നത്. എത്രയോ പേരാ വീൽ ചെയറിൽ വരുന്ന, ഒരു സൗഖ്യം പ്രാപിച്ചു പോകുന്ന ഒരു ജപമാല പ്രദർശനം കഴിയുമ്പോഴേ ഒന്നും നടക്കുന്നില്ല അവിടെ. ഒരു ജപമാല പ്രദർശനവും ദിവ്യകാരുണ്യ ആരാധനയും വൈകിട്ടത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ വീൽ ചെയറിൽ വരുന്നവർ വീൽ ചെയർ ഉപേക്ഷിച്ചിട്ട് നടന്നു പോവാ. ഇതെങ്ങനെ സംഭവിക്കുന്നു? പറ. ഹല്ലേലൂയ. ഈ ചങ്കിലി വിശ്വാസം എടുക്കുമ്പോ അവിടെ സ്വർഗത്തിന്റെ കാൽവരി കുരിശിലൂടെ വെളിപ്പെടുത്തിയ കൃപ അപ്പോൾ ഡയറക്റ്റ്ലി എന്റെ ഉള്ളിലേക്ക് ഒഴുകുകയാ. ഹല്ലേലൂയ. അവിടെയാണ് പ്രിയപ്പെട്ട ഒരു അത്ഭുതങ്ങൾ.